2025 ധനയോഗം വരുന്ന നക്ഷത്രങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നാളം പേരും ഞാൻ കാഴ്ച ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. 2025 ധനയോഗം വരുന്ന നക്ഷത്രങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാർക്ക് 2024 ഏറ്റവും ദുഃഖകരമായിരുന്നു, കഷ്ടതകളായിരുന്നു. ജോലി ഉണ്ടായിരുന്നു, ജോലി നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ സ്വസ്ഥതയില്ലായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ കുഴപ്പിപ്പോയി. തൊഴിലിൽ അഭിവൃദ്ധിയില്ല. ഉണ്ടായിരുന്ന വാഹനങ്ങൾ വിറ്റു, പുതുതായി മേടിക്കാൻ പറ്റിയില്ല. ദാമ്പത്യപരമായ തകരാറുകൾ, സന്താന വിഷയങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും ഇവർക്ക് 2024 രോഗപൂർണമായ സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു അവർക്ക്. ഈ 2025 വർഷം ധനയോഗം ഉള്ള നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെ നമുക്ക് വിചിന്തനം ചെയ്യാം. അശ്വതി, കാർത്തിക, രോഹിണി, പുണർദം, പൂയം, ചതയം. ഇത്രയും നക്ഷത്രങ്ങൾക്കാർക്ക് ഈ 2025 ഏറ്റവും നല്ലതാണ്. ഇതിലൂടെ വിദ്യാഭ്യാസം കുട്ടികളുടെ നല്ല രീതിയിൽ നടക്കും. അവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠിച്ച് അതനുസരിച്ച് ടെസ്റ്റുകൾ പാസ്സായി വിദേശത്തേക്ക് പോകാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ജോലിയിൽ സ്ഥാനമാനങ്ങൾ കൂടുതൽ കിട്ടും. സീനിയേഴ്സിന്റെ ഉപദേശത്താൽ ജോലിയിൽ വ്യതിയാനങ്ങളും പ്രമോഷനുകളും ഉണ്ടാകും. ദാമ്പത്യപരമായ ജീവിതം അത് പുരോഗമിക്കും. വിദേശ യോഗം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും. വിവാഹാദി വിഷയങ്ങളിൽ തീരുമാനമാകും. പ്രണയിനികൾക്ക് ഇത് നല്ല സമയമാണ്. അവിടെ ആഗ്രഹം നടക്കും. ധനയോഗം കാണുന്നു. ഓർക്കാപ്പുറത്ത് വെച്ചടി ഇവർക്ക് ഉയർച്ചയുണ്ടാകും. ഏറെക്കുറെ പൂർത്തിയായ ഗ്രഹത്തിൽ താമസം തുടങ്ങാൻ ഇടവരും. ഗുരുനാഥന്റെ ഉപദേശപ്രകാരം ഉപരിപഠനത്തിന് യാത്ര പോകേണ്ടി വരും. ആത്മാർത്ഥ സുഹൃത്തുക്കളെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ ആചാര്യസ്ഥാനം വഹിക്കേണ്ടി വരും. വരവും ചെലവും തുല്യമായിരിക്കും. പുതിയ സംരംഭങ്ങളുടെ സാധ്യതകളെപ്പറ്റി വിലയിരുത്തും. കാര്യകാരണസഹിതം അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് തീർപ്പ് ഉണ്ടാകും. ഇതോടുകൂടി ഈ 7 നക്ഷത്രക്കാരുടെ ധനയോഗം ഇവിടെ പൂർത്തീകരിക്കുന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും. ജോലി ഇല്ലായിരിക്കാം. വിവാഹം നടക്കാൻ പ്രയാസപ്പെടും. വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. തൊഴിലിൽ അഭിവൃദ്ധിയില്ല, തൊഴിലില്ല. സാമ്പത്തികമായ പരാധീനതകള്, ഇങ്ങനെ എല്ലാ തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങൾ, സന്താന വിഷയങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 99 47 54 21 71. ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി വടക്കുവശത്ത് കുറിച്ചി എന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. നമസ്കാരം.